പെട്ടെന്ന് കേരള വണ്ടി കണ്ടപ്പോ സന്തോഷമായി കേട്ടോ ഈ ആസാമിൽ വന്നിട്ട്. അതെ, എല്ലാരും ശ്രദ്ധിക്കുന്നുണ്ട്. കേരള വണ്ടി കണ്ട അത്ര ലോങ് പ്രത്യേകിച്ച് നമ്മളെ ഈ വെള്ള കളർ എവിടെ ഉണ്ടാലും മനസ്സിലാവും. നമുക്ക് നമ്മളെ മന്ത്രിമാര് ചെയ്തെന്ന ഉപകാരമാണ്. വെളിയിൽ എവിടെ പോയാലും നമ്മുടെ നാട്ടിൽ മാത്രമേ ഉള്ളൂ വെള്ള കളറും ഇതൊക്കെ ഉള്ളത്. ശരിയാണ്. തമിഴ്നാട്ടിലൊക്കെ ഇറങ്ങിയ ഉത്സവ പെർമിറ്റ് നമ്മുടെ കേരളത്തിൽ അങ്ങനെ ആയിരുന്നു ആദ്യം, പക്ഷെ ഇപ്പൊ അങ്ങനെയല്ലോ. നാഷണൽ പെർമിറ്റ് ആണോ ഈ ബസ്? അല്ലല്ല, സാധാ കേരള പെർമിറ്റ്. നാഷണൽ പെർമിറ്റ് അല്ലല്ലോ നല്ലത്. എങ്ങനെയാണ് നാഷണൽ പെർമിറ്റ് ആണ് നല്ലത്. ശരിക്കും നമ്മളിപ്പോ ഇത് ആദ്യം എടുത്തു പോയതാണല്ലോ. നാഷണൽ പെർമിറ്റ് ഇപ്പോഴാണല്ലോ ഇതിൽ വന്നത്. നമ്മളിത് 2012 മോഡലാണ്. അന്നിറങ്ങിയ ഇതിലാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴാണല്ലോ പെർമിറ്റ് ഇതിലേക്ക് വന്നത്. അപ്പൊ നമ്മള് നോക്കാം, അടുത്ത സ്റ്റേജിൽ നമുക്ക് നോക്കാന്നുള്ളതിലാണ്. കളർ അടിക്കുക നമ്മളെ ഇഷ്ടത്തിന് ഓടാം. അപ്പൊ അവരെ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ നാട് ഗൾഫാണ്. അതെ, അവർ ഗൾഫിലേക്ക് വരുന്ന പോലെയാണ് നമ്മള്. നമ്മളൊരു അറബികളമാരിക്കാണ്. അത് മാത്രമേ അറിയുള്ളൂ എനിക്ക്, വേറെ അറബി അറിയുന്നില്ല. എന്നാലും കുറച്ചൊക്കെ പിടിച്ചിരിക്കുക. അതവരെല്ലാരും പറയാറുണ്ട്. നല്ലൊരു വീട് കണ്ടാൽ തന്നെ അവർ പറയും അവർ കേരളത്തിൽ വന്ന് ഉണ്ടാക്കിയതാണ്. അതെ, കുഴപ്പമില്ലാത്ത വീടുകളൊക്കെ ആണെങ്കിൽ തന്നെ. നമ്മള് ഗൾഫിൽ പോയിട്ട് നമ്മുടെ അവര് നമ്മുടെ കേരളത്തിൽ വന്നിട്ട് അവിടെ നാട്ടിൽ വീട് വെക്കുന്നു. അതെ, വീട് വെക്കുന്നു, മക്കളെ കെട്ടിക്കുന്നു, വണ്ടികൾ ഓടിക്കുന്നു. നല്ല നല്ല വണ്ടികളൊക്കെ ഇവിടെ ഉണ്ട്. നമ്മൾ ശരിക്കും നമ്മളെ ആൾക്കാർ ഇവിടെ കാണാത്തോണ്ടാണ്. സെയിം കേരള പോലെ തന്നെയാണ്, മാറ്റമൊന്നുമില്ല. നല്ല ഫുഡുകളാണ്. എനിക്ക് വന്ന് കേരളത്തെക്കാട്ടി കൂടുതൽ വെയിൽ കുറഞ്ഞ കാലാവസ്ഥ ഇവിടെ ആണോ എന്ന് സംശയം. കാരണം ഇപ്പോഴത്തെ സീസൺ ആയതുകൊണ്ടാണ്. നല്ല ചൂടുള്ള സമയം വരാറുണ്ട്, നല്ല തണുപ്പുള്ള സമയം വരാറുണ്ട്. लाइक करो, शेयर करो, कमेंट करो. നമ്മൾ അസാമിലുള്ളൊരു ഫോളോവർ ആണത്. അപ്പൊ ഓക്കെ, സന്തോഷം, കണ്ടതിൽ സന്തോഷം. ഓക്കെ, വഴിയിൽ ഒരുപാട് കണ്ടതാണ്. കാണാം. ഓക്കെ, നമ്മൾ വീണ്ടും കാണും. ഉറപ്പായിട്ട് യാത്രയൊക്കെ ചെയ്യാൻ ഭാഗ്യം കിട്ടട്ടെ.